സുനില ചേച്ചി ഒരു കൊട്ട കൊണ്ടുവന്നിട്ടുണ്ടേനു. ഇവിടെ കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല. അപ്പൊ ഇന്ന് January 4th. ഇന്നാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത സിജോ ലിനു മാരേജ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി 9:30 ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സായി റൂമിലുണ്ട്, സായി വാഷ്റൂമിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇനി ഞാൻ ആദ്യം തന്നെ ചെയ്യും. കാരണം എനിക്ക് ഒരിക്കലും സമയം കിട്ടാറില്ല. ഇന്നെങ്കിലും എനിക്ക് സമയം കിട്ടുന്ന നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഒരു 9:30 ആകുമ്പോൾ മേക്കപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശോഭേച്ചീൻ്റെ കൊണ്ടും അവിടെ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ തീർക്കണമല്ലോ. സാരി ഉടുക്കണം. ചേച്ചി ശോഭേച്ചിക്ക് സാരി ഉടുക്കേണ്ട കാര്യമില്ല. മീൻസ് സാരി ചേച്ചി ഉടുത്തോളും. എനിക്ക് സാരി ഉടുപ്പിക്കണം, മുടി സെറ്റാക്കണം, മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് പോയിട്ടേ കാര്യമുള്ളൂ. ഇന്നലെ നന്ദനാസി എന്നെ കളിയൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഇന്നലെ രാത്രി തന്നെ പോകുകയാണ് നല്ലതെന്നാണ് സായിനോട് പറഞ്ഞു കൊടുത്തത്. ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് കറക്റ്റ് സെറ്റായിട്ട് വരും. അപ്പോൾ നന്ദനാസി 11 മണി കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോഴത്തേക്കും അവിടെ ഇറങ്ങും. 11 മണി കഴിയുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30 2:30 ആകുമ്പോഴത്തേക്ക് എത്തണം. ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ 3 മണിക്കാണ് പള്ളിയിൽ പ്രോഗ്രാം തുടങ്ങുക. ഇന്നലെ ലിനു പറഞ്ഞു ചെക്കനും പെണ്ണും വന്നില്ലെങ്കിലും 3 മണിക്ക് പ്രോഗ്രാം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലിനു അവിടെ നിന്ന് 1:30 ഇറങ്ങും. സിജോ ഇവിടെ നിന്ന് 2:30 ഇറങ്ങും. സിജോൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ പറഞ്ഞത് പള്ളിയിലേക്ക്. അപ്പോൾ നമ്മൾ ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫുൾ ഹറിബറിയാണ് സാധനങ്ങൾ. സാരി ഉടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വേറെ ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് പോവല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്റ്റേ. അപ്പോൾ ഇന്നും കൂടി ഉള്ളൂ സ്റ്റേ ഇവിടെ. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മൾ സിജോ അവിടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മാരേജ് നടക്കുന്ന സ്ഥലത്ത് അതായത് റിസോർട്ടിൽ മാരാരി ബീച്ച് വില്ലേജ് ബീച്ച് റിസോർട്ട് അവിടെയാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയും ഒക്കെ സ്റ്റേ അവിടെയാവും. അപ്പോൾ ഇത് ഇന്നലെ ഇവിടെയാണ് ഞങ്ങൾ നിന്നത്, ഈ ഒരു കോട്ടേജിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ കോട്ടേജുകളാണ് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അല്ലെങ്കിൽ ഇനി സമയം ഉണ്ടാവില്ല. ഞാൻ എല്ലാം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇനി കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് തന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ പെട്ടി പോയത്. മുന്നത്തെ വീഡിയോയിൽ എനിക്ക് വൈൻഡപ്പ് ചെയ്യാനൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇവിടെയാണ് ഫുഡ് അറേഞ്ച്മെൻറ്റ്. ഇന്ന് കാപ്പി ഉണ്ട്. അപ്പോൾ ജ്യൂസാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇതാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുഡ്. ഭട്ടൂര ആണ്, ചോള ഭട്ടൂര, പിന്നെ മുട്ട ഓംലെറ്റ് ഉണ്ട്, ചായ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുങ്ങാൻ പോവാണ്. എൻ്റെ മേക്കപ്പിന് വേണ്ടി കൊണ്ടാക്കാൻ പോണ്ടേ. 9:30 മേക്കപ്പിന് കൊണ്ടാക്കിയാൽ 2 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി വരും. മേക്കപ്പിന് പോയിട്ട് ഇനി തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടത്? എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പം നമ്മൾ മിഞ്ഞാന്നിട്ട വീഡിയോയിലെ സെയിം സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്, പാരീസ് ബ്യൂട്ടി പാർലർ. ഇവിടെ അപ്പുറത്തെ ശോഭേച്ചി ഉണ്ട്. അത് നമ്മുടെ ചേച്ചി സുനില ചേച്ചി. എനിക്ക് എന്താ പേര് എനിക്കറിയാം. എനിക്ക് ശിശിരാന്ന് വരിക, സിൽസിലാന്ന് വരിക, അങ്ങനെയൊക്കെ. നമ്മൾ രണ്ടുപേരും കൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത് അല്ലേ? അതെ അടിപൊളിയുണ്ട് ചേച്ചി. ഇത് സൂപ്പർ ആയിട്ടോ. അപ്പൊ ഇനി നമ്മള് നേരത്തെ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചീന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്ത് തരും എന്നുള്ളത്. അപ്പൊ എനിക്ക് സാരി സെറ്റ് ചെയ്യുന്ന ചേച്ചിയാണ്. സാരി സെറ്റ് ചെയ്യുന്ന മുടിയാണ് നിങ്ങളെ ഏറ്റവും ഹൈലൈറ്റ് സത്യം പറഞ്ഞാലേ. അതെ, എന്റെ സ്വന്തം ഹെയർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതാ 5 മിനിറ്റ് കൊണ്ട് ചെയ്തു. അതാണ് ഏറ്റവും രസം. നമ്മുടെ ശോഭ വിശ്വനാഥ് എന്ന അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെതാ മേക്കപ്പ് ഫൈനൽ ലുക്കാണിത്. നമ്മള് റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് വരും. ഇതാണ് ഞങ്ങളെ കല്യാണത്തിനുള്ള ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്. എന്റെ മേക്ക് ഓവറാണ്. അതാ ഈ ഒരു കളർ സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോ മേക്കപ്പ് പറഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കില്ലേ, ഹെയർ സെറ്റ് ചെയ്യിക്കില്ലേ? കണ്ടോ? അതാണ് തീർച്ചയായിട്ടും ഞങ്ങള് ചെയ്യാൻ പോവോ. അവിടെ ഞങ്ങളുടെ ബ്രൈഡ്സിന്റെ ഒക്കെ ഇത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാൻ പോവോ.
കമ്മലും മാലയ്ക്കുള്ള തിരക്കാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ സമയം ചേച്ചി ചെലവായത്. അതല്ലേ, മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. മേക്കപ്പും പെട്ടെന്ന് കഴിഞ്ഞു. അതെ, ഒരു കൊട്ട കൊണ്ടുവന്നിട്ടുണ്ടേനു. അതെ, ഒരു തുണിക്കട വന്ന തുണിക്കട, ഒരു ടെക്സ്റ്റൈൽസ്, ഒരു ജ്വല്ലറി എല്ലാം ഉണ്ട്. എന്താ ചെയ്യാ, ഒരു മാസം എന്റെ ഫൈനൽ ടച്ചിന് ഈ ഒരു സാധനത്തിന്റെ കുറവുണ്ടായിരുന്നു. അതാ ഈ ഒരു ഫ്ലവർ കൂടെ ഞങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തു. അതെ അതെ, നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ട് കളർ കൊടുത്തിട്ട്. അതെ, നല്ല രസമുണ്ട് അല്ലേ, അടിപൊളിയുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. ഫൈനൽ ലുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, 2 റോസ് കളർ, റെഡ് കളർ പൂ വെച്ചു. അപ്പൊ നമുക്ക് ഈ മഞ്ഞേന്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് എന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എല്ലാം കൂടിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ സുനില ചേച്ചി എന്നെ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി റിസപ്ഷന്റെ ഡ്രസ്സിന് വേറെ നമുക്ക് വല്ലതും മാറ്റാൻ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഒന്ന് വേറെ സെറ്റൊക്കെ നോക്കാൻ പറ്റിയെങ്കിൽ നോക്കൂ. പക്ഷെ ഇതെന്റെ മാരേജ്, എന്റെ മാരേജ് അല്ല, സിജോന്റെ മാരേജിന്റെ ഒരു ലുക്കാണ്. അപ്പോ ഇതോട് കൂടി എന്തായാലും ഞാനൊരു സൂപ്പർ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. അപ്പോ എന്തായാലും സുനില ചേച്ചിയോട് എനിക്ക് ഭയങ്കര ബിഗ് താങ്ക് യു ഉണ്ട്. പിന്നെ ചേച്ചിയോടും, ചേച്ചിയുടെ പേരെന്താ, ശ്രീജ ചേച്ചി എനിക്കും നല്ല സപ്പോർട്ട്. പിന്നെ ഇതാ എനിക്ക് നെയിൽ പോളിഷ് കിട്ടുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് മാച്ചിങ് ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഫൗണ്ടേഷൻ കിട്ടുന്നു. അപ്പൊ ഞാൻ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് എന്താണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ്. അപ്പം ഇനി നമുക്കിനി നമ്മളെ കല്യാണത്തിന് പോട്ടെട്ടോ. നല്ല ഓക്കെ, ബൈ. ചെറിയൊരു വൈന് ഞാൻ കുടിക്കുകയാണ്. നമ്മുടെ സുനില ചേച്ചി തന്നാട്ടോ. സുനിൽ ചേച്ചി ഇവിടെ ഉണ്ടാക്കിയതാണല്ലേ? അതെ അതെ അതെ, കണ്ടോ, ഇത് നോർമലാണ്, വിത്തൗട്ട് ആൽക്കഹോൾ ആണ് എന്തായാലും. ഇത് കുട്ടികൾക്ക് വരെ കുടിക്കാവുന്ന. അതെ അതെ. ഞങ്ങള് പോവാണ്. അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് കട്ട്ലറ്റും ജ്യൂസൊക്കെ വാങ്ങി തന്നെ, പക്ഷെ ടൈമില്ല, അതുകൊണ്ടാണ് കേട്ടോ ചേച്ചി. അപ്പൊ ചേട്ടാ എന്തായാലും ടാറ്റ. നമ്മുടെ സായി. ശരി കേട്ടോ, ബൈ. താങ്ക് യു സോ മച്ച്. വൈകുന്നേരം വരെ പറ്റിയ കാണാൻ. നമ്മള് പള്ളിയിലെത്താനായി. അപ്പൊ സായി ഇവിടെ ഉണ്ട്, ബാക്കില് ശോഭേച്ചി ഉണ്ട്. അപ്പൊ നമ്മള് പള്ളിയിലെത്താനായിട്ടോ. നമ്മളവിടെ പോയിട്ട് ഇനി കാണട്ടെ പള്ളിയിലെ കല്യാണം, താലികെട്ടൊക്കെ. ഇതാണ് പള്ളിയിലെത്തിയിട്ടുണ്ട്. ഈ പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പൊ നമ്മള് കേറട്ടെ. 3 മണിയായി, കറക്റ്റ് 3 മണിയായി. അങ്ങനെ നമ്മുടെ സിജോ ലിനു മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവർ കല്യാണം കഴിച്ചു കൈ. നമുക്ക് ഇരിക്കും, നമുക്ക് കാണണ്ടേ. അവിടെ ഇവിടെ ഒക്കെ പോണം, എന്താ ചെയ്യാ. അപ്പൊ നന്ദരസി ഇവിടെ എത്തിയിട്ടുണ്ട്. നന്ദരസി ഇവിടെ കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല. ഈ പാട്ട് കോപ്പിയിട്ട് വരുമോ? ഒരു കപ്പിളാണിത്, നന്ദരസിയും അഭിഷേക് ശ്രീകുമാറും. ഒറിജിനൽ ചക്കരപ്പനോടുണ്ട്. അതാ കല്യാണ പെണ്ണ് ചെക്കാനും ഇല്ല. പക്ഷെ അപ്പൊ നമ്മള് പൊളിച്ചില്ലേ, കല്യാണം അടിപൊളി. ഇനി നമ്മള് റിസപ്ഷന് കാണാല്ലേ. എന്റെ പൂ വെച്ചതുണ്ട്, നല്ല പരിപാടിയൊന്നും പറയാനത് മോളെ. ബാക്കിയാണ്. ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കാൻ പോണത്, റിസപ്ഷൻ. നമ്മളിവിടെ മാരാരി വില്ലേജ് റിസോർട്ടിലേക്ക്, നമ്മുടെ മാരാരി വില്ലേജ് റിസോർട്ടാണിത്. അപ്പോൾ അവിടുത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല ബീച്ച് സൈഡിൽ അടിപൊളി. ഇതെന്റെ റിസപ്ഷൻ മേക്ക് ഓവർ ആണ്. അതെ, ചേച്ചിതാ
ചേച്ചി എന്താ ഞങ്ങള് ഇത് എത്രാമത്തെ മേക്ക് ഓവർ അറിയാം? 3ാമത്തെ മേക്ക് ഓവറാണ് ചേച്ചിനെ കൊണ്ട് ചെയ്തത്. അതെ 20 മിനിറ്റ്സ് എടുത്തിട്ടുള്ള ഹെയർ സ്റ്റൈല് അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സിന് മാച്ച് ആക്കി ചേച്ചി എനിക്ക് മേക്കപ്പ് ഒന്ന് മാറ്റി തന്നു. ഹെയറില് ഇത് ക്ലിപ്പ് വെച്ച് തന്നു. എല്ലാം അടിപൊളിയാക്കി സെറ്റ് ആക്കി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 3 വട്ടം വരാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അത്രയും അടിപൊളിയായിട്ടാണ് ഞാനിവിടെ ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ആലപ്പുഴയിലുള്ളവരും കൊച്ചിയിലുള്ളവർക്കും വരട്ടെ, എവിടെ ഉള്ളവർക്കും വരാം. ചേച്ചി ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല ഫ്രീലാൻസ് ആയിട്ട് ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രൈഡൽ ഷൂട്ടിനോ പിന്നെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടൊക്കെ അപ്കമിങ് ബ്രൈഡ്സിനൊക്കെ ചേച്ചി നല്ലൊരു എക്സാമ്പിളാണ് മേക്കപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തു തരാം. ഇപ്പം നിങ്ങൾ തിരക്കാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് 1/2 മണിക്കൂർ ചെയ്ത് തരാന്നുണ്ടെങ്കിൽ ചേച്ചി സെറ്റാക്കി തരും. അത്രയും എക്സ്പേർട്ടായ ചേച്ചിയാണ്. എന്തായാലും താങ്ക് യു കേട്ടോ ചേച്ചി, താങ്ക് യു, സൂപ്പർ ആയിട്ട്. ഇനി ഞാൻ വരും. നമുക്ക് ഇനിയും നല്ലൊരു മേക്ക് ഓവർ ഇനി വീണ്ടും വേണ്ടേ അല്ലേ? വേണം തീർച്ചയായിട്ടും. അതെ അതെ ഓക്കെ. അപ്പൊ താങ്ക് യു ചേച്ചി. ഇങ്ങനെ തന്നെ പിടിച്ചു. അതെ അതെ അങ്ങനെ തന്നെ പിടിച്ചു മോളെ. എന്നിട്ട് ജസ്റ്റ് കൊച്ചൊന്ന് കറങ്ങിയൊക്കെ തിരിഞ്ഞൊക്കെ ഇനി ഒന്നുകൂടെ കണ്ണാടി നോക്കി തന്നെ കൂടെ. ഓക്കെ സായി കൃഷ്ണൻ വന്നിട്ടില്ല. സീക്രട്ട് ഏജന്റ് നന്ദനസി ഞാൻ പെണ്ണിന് കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. നന്ദനാസി, ശോഭ വിശ്വനാഥ്. എന്റെ കണ്ട് കോപ്പി അടിച്ചു മസ്റ്റാർഡ് അടിച്ചു അല്ലേ? അതെ. നന്ദനസി അഭിഷേക് ശ്രീകുമാറിന്റെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കണേ. നിശാന ഉറഞ്ഞു തുള്ളിയിരിക്കുന്നു. ഗബ്രി എത്തിയിട്ടുണ്ട്. എനിക്ക് എന്റെ ലുക്ക് ഇഷ്ടായോ? ലുക്ക് ഇഷ്ടായോ? അല്ല, ഇത് റെഡ് ആണ്, മെറൂൺ. ഇതിന് പിങ്ക്, ഇതാണ് പിങ്ക്. അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് ലുക്ക് ഉണ്ടാവുന്നുണ്ട്. ലുക്കത്തിമാരിവിടെ ഉണ്ട്. എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരവിതാ. ഉത്തരവിതാ. ഗബ്രി എവിടെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. മെയിൻ ആയിട്ടുള്ള സാധനം ദാ സീക്രട്ട് ഏജന്റ്. എന്റെ അല്ലേ? ഓക്കെ. അപ്പൊ സാരി ഉടുപ്പിച്ച ആരായാലും ചേച്ചി പറഞ്ഞു കൊടുക്കുക. സൂപ്പർ ആയിരുന്നു. നമുക്ക് ബിഗ് ബോസ് എല്ലാവർക്കും അത്രയും നമുക്കിത് ലേറ്റ് ആവും. സോ ഇനി അടുത്ത ഡാൻസ് ആണ്, ഡാൻസ് പെർഫോമൻസ് ആണ്. ഉപഹാരം നൽകാൻ വന്ന ഹായ് ഐഷ, വെൽക്കം. ഒരുപാട്
നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗമാകാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരു ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി റാഫേൽ പ്രൊഡക്ഷനുമായിട്ട്. സോ അതിൽ ഓൾമോസ്റ്റ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കേരളത്തിലുള്ള സിനിമാ മോഹമുള്ള എല്ലാവർക്കും ടേക്ക് പാർട്ട് ചെയ്യാം. അതിൻ്റെ ഒരു പ്രമോ ഒക്കെ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു സിജോ, നമ്മുടെ ഇക്കുബായ്, അങ്ങനെ ഒരുപാട് പേര്. അപ്പോ നമ്മൾ ബാക്കി ഡേറ്റ്സ് എല്ലാം അനൗൺസ് ചെയ്തതിനു ശേഷം സിനിമ വരുന്നു. എയറിൽ നിന്ന് ബഹിരാകാശത്തേക്ക്. സിജോ സായി ഒരു കാര്യം ചെയ്യട്ടെ, എന്താ എറിയുന്നതായിട്ട് വന്നത്? എന്തൊരു സുന്ദരിയാണ്. എന്താ വേണ്ടേ? ഇന്ന് ഇത്രയും ആ കല്യാണത്തിന്റെ തിരക്ക്, ചൂട്, പ്രയർപ്പ്, തിരക്ക്, ഓൺലൈൻ മീഡിയ, ഇടി, ബഹളം, ഡാൻസ്, മണലിലുള്ള നടത്തം എല്ലാം കഴിഞ്ഞിട്ടും ആ മേക്കപ്പിനൊരു ഏത് കമ്പനിയുടെ ഇത് ഏത് കമ്പനിയുടെ മേക്കപ്പ്? വീഡിയോയുടെ കമന്റ് ഞാൻ പറയാം. ജാസ്മിനും ഗബ്രിയും അമ്മയും മോനും പോലെ. പരിപാടിയൊക്കെ കഴിഞ്ഞു, ഉഷാറായി. ഇനി നമ്മൾ പോയി ചാച്ചിറങ്ങട്ടെ. ഞാൻ ശോഭേച്ചി, സായി, ഗബ്രി, ജാസ്മിൻ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച്. അതെ, ഇനി ഒന്നും വേഗം ഉറങ്ങല്ലേ, അത്രേ ഉള്ളൂ. അതെ, അങ്ങനെ സായിനെ ശ്രീജു എനിക്ക് സത്യം പറഞ്ഞ ഇറങ്ങണമെന്നല്ല.